അടിപൊളി. പഴയ ദിലീപേട്ടൻ കംബാക്ക് എല്ലാം. അതുമാത്രമല്ല, പുതിയ രീതിയിൽ എങ്ങനെയാണോ ദിലീപേട്ടനെ പ്രസൻറ്റ് ചെയ്യാൻ പറ്റുന്ന ആ രീതിയിൽ ചെയ്തിട്ടുണ്ട്. വളരെ നല്ലത്. എല്ലാവരും മസ്റ്റ് വാച്ച്, എല്ലാവരും കാണാം. കൊള്ളാം, നല്ല സിനിമ. കോമഡിയൊക്കെ അടിപൊളി. അടിപൊളി. ദിലീപേട്ടൻ്റെ തിരിച്ചു വരവ് നല്ല സിനിമ, നല്ല ഫാമിലി പടമാണ്. ദിലീപിൻ്റെ കംബാക്ക് അതൊക്കെയല്ല കേട്ടോ, ഇപ്പോഴത്തെ സോഷ്യൽ മീഡിയ കാര്യങ്ങളൊക്കെ തന്നെയാണ് കൂടുതൽ നോക്കുന്നത്. നിങ്ങളിപ്പോൾ ചെയ്യുന്നത് അത് തന്നെയാണ് ആ പടത്തിനകത്ത് ഒരു കണ്ടന്റായിട്ട് കൊണ്ടുവന്നിട്ടുള്ളത്. കുഴപ്പമില്ല. നിങ്ങൾക്ക് മൊത്തത്തിൽ നിങ്ങളെ പോലെയുള്ള ആൾക്കാർ എല്ലാം ഒരു ട്രോള് പോലെയാണ് ഒരു പടം എടുത്തിട്ടുള്ളത്. കുഴപ്പമില്ല. കുഴപ്പമില്ല. അടിപൊളിയാണ്. ദിലീപേട്ടൻ്റെ ഒരു കംബാക്കാണ്. അടിപൊളിയാണ്. ഉണ്ട് അത്യാവശ്യം ചിരിക്കാനുണ്ട്, എല്ലാം ഉണ്ട്, എല്ലാ രീതിയിലുള്ള ഇമോഷൻസ് ഉണ്ട്. ഷാഹിസ് മുഹമ്മദിന് നല്ലൊരു അടിപൊളി പടം, എല്ലാ ഫാക്ടറും ഉണ്ട്. ഇപ്പോൾ ദിലീപിൻ്റെ 150ാമത് ചിത്രം, അതിനുള്ള സംഭവം കൊടുത്തിട്ടുണ്ട്. ഒരു തിരിച്ചു വരവെന്ന് പറയാൻ നേരത്ത് ദിലീപിൻ്റെ ഒരു സംഭവം ഉണ്ടല്ലോ, കോമഡി ആയിട്ടുള്ള തിരിച്ചുവരവ്, കുറേ ചിരിക്കാനുള്ള സിനിമയാണ്. നല്ലൊരു ഇത് തരുന്ന പടമാണ്. ഷാഹിസ് മുഹമ്മദ് ആയതുകൊണ്ട് നല്ല കണ്ടന്റ് വൈസിലും ലാസ്റ്റ് പുള്ളി കൊണ്ടുവരും, ചുമ്മാ കോമഡി ആക്കത്തില്ല. നല്ല കോമഡി, നല്ല പ്രാധാന്യമുണ്ട്, ഭയങ്കരമായിട്ട് ചിരിക്കുന്ന കോമഡി ഉണ്ട്. നല്ലൊരു പടം തന്നെയാണ്. എന്തായാലും ഇതിപ്പോൾ ഇതിൻ്റെ ട്രാക്ക് അനുസരിച്ച് അങ്ങനെ തിയേറ്ററിൽ കയറേണ്ട പടമല്ല, എന്നാൽ നല്ല പടമാണിത്. ആൾക്കാർ കാണും, എന്തായാലും ആൾക്കാർ മലയാളികളെല്ലാം കാണും ഈ പടം. അതിനുള്ള സാധനങ്ങളെല്ലാം ഉണ്ട്. സിനിമയായിരുന്നു, കൊള്ളാം. പുതിയ തീമാണ്. പിന്നെ ഇത് ആക്ച്വലി നടക്കുന്ന ഒരു കേസും കൂടെ ആയതുകൊണ്ട് കൊള്ളാം. നല്ല അഭിനയമായിരുന്നു, എല്ലാവരും കൊള്ളാം. ഫാമിലി സ്റ്റോറി, ആവറേജ്, നല്ല പടം. അടിപൊളി. എങ്ങനെയുണ്ട്? നല്ല പടമുണ്ട്. കൊള്ളാം, നല്ലതാണ്, ഇഷ്ടപ്പെട്ടു. അത്രയും നാളെ കണ്ടിട്ട് എല്ലാവർക്കും സുഖമെന്ന് വിശ്വസിക്കുന്നു. നല്ല പടം. കണ്ടത് ദിലീപിൻ്റെ പടമാണ്. മിൻഡോ സ്റ്റീഫൻ്റെ സംവിധാനത്തിൽ പുതിയൊരു നടിയെ കൊണ്ടുവന്നിട്ടുണ്ട്. സൂപ്പർ കേട്ടോ. മാത്രവുമല്ല, അതിൽ നമുക്ക് മനസ്സിലാക്കാനുണ്ട്, എല്ലാ കഥകളും എല്ലാ സിനിമകളും നമുക്കൊരു ഇൻഫർമേഷൻ അല്ലെങ്കിൽ ഒരു അഡ്വൈസ് തരുന്നത് പോലെയാണ്. ഇന്നത്തെ കാലഘട്ടത്തിൽ ഈ വ്ളോഗിൻ്റെ പുറകെ പോയി അത് ഒരു കുടുംബജീവിതത്തെ എത്രമാത്രം ബാധിക്കുന്നു, അത് എങ്ങനെയെല്ലാം നമുക്ക് തിരിച്ചെടുക്കാം എന്നുള്ളത് കൂടി അതിനകത്ത് പറഞ്ഞു തരുന്നുണ്ട്. ശരിക്കും എല്ലാ പടങ്ങളും എല്ലാവരും കാണണം. പ്രത്യേകിച്ച് ദിലീപിൻ്റെ പടം എല്ലാവരും കാണണം. സൂപ്പർ പടം, സൂപ്പർ അഭിനയം. വിൻഡോയ്ക്കൊരു ബിഗ് സല്യൂട്ട്. സ്റ്റോറിയാണിത്, കോമഡി ഇല്ല ഇതിനകത്തൊന്നുമേ. ആദ്യം മുതൽ അവസാനം വരെ അവർ പറയുന്ന ചില വാർത്തകളെ നമുക്ക് കോമഡിയായിട്ട് എടുക്കാൻ പറ്റും. കോമഡി മീൻസ് സംസാര ഭാഷ, സംസാരത്തിൽ കുടുംബജീവിതത്തിൽ സംസാരിക്കുന്നത്, അതേ ഉള്ളൂ കോമഡി. അല്ലാതെ കോമഡികളേ ഇല്ല. മാത്രവുമല്ല, നല്ല ഒരു കുടുംബചിത്രം എന്ന് തന്നെ പറയാം. ഇന്നത്തെ കാലഘട്ടത്തിലുള്ള ഒരു കുടുംബചിത്രം എന്ന് പറയാം. എല്ലാവർക്കും ബെസ്റ്റ് ഓഫ് ലക്ക്. നല്ല പടം, എല്ലാവരും കാണാം. ദിലീപിൻ്റെ അഭിനയത്തെക്കുറിച്ച് നമുക്ക് പറയണ്ടല്ലോ. 150 പടമാണ് അദ്ദേഹം ഇതിനു മുമ്പേ അഭിനയിച്ചിരിക്കുന്നത്. ഇതിപ്പോൾ 150ാമത്തെ പടമാണെന്ന് അദ്ദേഹം പറയുന്നുമുണ്ട്. അപ്പോൾ അതിൽ അദ്ദേഹത്തിൻ്റെ മികവ് നല്ലതുപോലെ പ്രകടിപ്പിക്കുന്നുണ്ട്. ഓക്കെ, താങ്ക് യു.